നമസ്തേ ജി. നമസ്തേ. അച്ഛൻ ഇവിടെ ഇല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ഭവതിയാണ് കാണേണ്ടത്. ഗീതാഞ്ജലി കപീഷ് എന്നാണ് എനിക്ക് പേരിട്ടിരിക്കുന്നതെന്ന് ഗിരിപ്രസാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റെന്റെ ഭാഗത്താണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ട യോഗ്യതകളൊന്നും എനിക്കില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഗീതാഞ്ജലിയെ വിവാഹം കഴിക്കണമെന്ന് മേനോൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് സമ്മതം കൊടുത്തിട്ടില്ല. ഗീതാഞ്ജലിക്ക് എന്തുകൊണ്ടും യോഗ്യൻ ഗിരിയാണ്. എനിക്ക് വൈരൂപ്യം തന്നതുപോലെ ദൈവം അവന് സൗന്ദര്യം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അവൻ സകലകലാ വല്ലഭൻ, ഞാൻ സാധാ ഇരുകാലി മനുഷ്യൻ. ഗീതാഞ്ജലിയുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കും. സ്നേഹിക്കുന്ന മനസ്സുകൾക്കിടയിൽ ഒരിക്കലും ഞാനൊരു വിലങ്ങ് തടിയാവില്ല. അനുജന് വേണ്ടി ഞാൻ പിന്മാറുകയാണ്. പിന്നെ മേനോൻ അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങളുടെ വിവാഹം സമ്മതിപ്പിക്കുന്ന കാര്യവും ഞാൻ ഏൽക്കുന്നു. ഇത് വാക്കാണ്. സ്വന്തം അനുജനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠന്റെ വാക്ക്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇത്രയും സ്നേഹവും ത്യാഗ മനോഭാവവും ഉള്ള ഒരു സഹോദരനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പരുക്കൻ ഖദറിനുള്ളിൽ ഒരു മൃദുല മനസ്സുണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ? ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗീതാഞ്ജലി അറിയും. അപ്പോൾ ഞെട്ടരുത് എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഹരിപ്രസാദ് അല്ലേ? അതെ, ഞാൻ മിസ്റ്റർ എം എൻ നമ്പ്യാരുടെ അഡ്വക്കേറ്റ് തോമസ് മാത്യു സാറിന്റെ ജൂനിയറാ. ഇവിടെ അടുത്താ താമസം. ഗൗരിദാസൻ സാറും എം എൻ നമ്പ്യാർ സാറുമായിട്ടുള്ള ബിസിനസ് ഡീലിംഗ്സിന്റെ ചില പേപ്പേഴ്സാണ് ഈ ബ്രീഫ് കേസിൽ. വൈകുന്നേരം 4 മണിക്ക് നമ്പ്യാർ സാർ നിങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ഇതൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ എനിക്ക് അവിടം വരെയുള്ള യാത്ര ഒഴിവാക്കാമായിരുന്നു. ഞാൻ കൊടുത്തേക്കാം. വളരെ ഉപകാരം. സൂക്ഷിക്കണേ, വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ് അതിനുള്ളിൽ. നമസ്തേ ജി. വന്ദനം. എന്താ സ്ഥാപനത്തിലേക്കല്ലേ? ഉവ്വ ജി. കയറിക്കോളൂ. വേണ്ട, ഞാൻ നടന്നു വന്നോളാം. അനുസരിക്കൂ. ഓ, ഹരിപ്രസാദിന്റെ മനസാന്നിധ്യം പ്രശംസനീയം തന്നെയാണ്. ഏതായാലും സൂക്ഷിച്ചിരുന്നുള്ളൂ. ഓ. തള്ളണമായിരിക്കും. തള്ളിയാ നന്നായിരിക്കും. വെട്ടി അകത്ത് വെച്ചിട്ട് വരൂ. വരൂ. എന്താ സഹോദര? ബോംബ് പൊട്ടാനുള്ള സമയമായി. എന്റെ ഭഗവതി, എന്താണോ? അയ്യോ ബോംബ്! ബോസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ? വന്ദനം. മേനോട് നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് അങ്ങനെ വലിപ്പൊരുപ്പൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഈ പെട്ടി അങ്ങേക്ക് തരാനുള്ളതാ. ആ പെട്ടി എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അയ്യോ, എന്റെ പെട്ടി എനിക്ക് വേണ്ടേ? അയച്ചതാ. കൊണ്ടു കൊടുക്ക. എനിക്ക് വേണ്ട. അങ്ങ് വാങ്ങണം. എനിക്ക് വേണ്ട പെട്ടി. വാങ്ങേ പറ്റൂ. നമ്പ്യാരെ, കുട്ടിക്കളി മാറിയിട്ടില്ലേ ഇനി? പെട്ടി വേണ്ട എനിക്ക്. ഇത് അങ്ങേക്കുള്ളതാണ്. വേണ്ട. വക്കീല് തന്നതാണ്. അത് വേണ്ട എനിക്ക്. എനിക്ക് ആ പെട്ടി വേണ്ട എനിക്ക്. വേണ്ട. വേണ്ട. എന്താ ഇത്?
വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഈ അച്ഛനോട് കണ്ണി കണ്ട ക്രീമുകളൊന്നും ഉപയോഗിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വിട്ടി, ഇന്നലത്തെ ബോംബിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, എന്നെ കൊല്ലാൻ ആരോ കൊടുത്തച്ച ബോംബാണെന്ന് മേനെ തെറ്റിദ്ധരിപ്പിച്ച ഒരുവിധം രക്ഷപ്പെട്ടത്. ആ ഹരിപ്രസാദ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ എന്തോ സംശയം തോന്നിട്ടാ ആ പെട്ടി എന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. ഒരു ശ്രമം കൂടെ നടത്തിയാലോ? ഐഡിയ, ബെൽറ്റ് ബോംബ്. ഇനി ബോംബേ വേണ്ട, അതും പരാജയപ്പെട്ടാൽ ഞാനാണതിന്റെ പിന്നിൽ നിന്ന് അവർ മനസ്സിലാക്കും. പിന്നെന്ത് ചെയ്യും? കല്യാണം മുടക്കാൻ എന്തെല്ലാം വഴികൾ നടക്കുന്നു. ഇന്നു മുതൽ ഗീതാഞ്ജലിയുടെ ഓരോ നീക്കങ്ങളും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. അല്ല, ഗീതാഞ്ജലിയുടെ അച്ഛനോട് ഞാൻ താണ് വീണ് കേണപേക്ഷിച്ചു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഐ ഹാവ് നെവർ മെറ്റ് സച്ച് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ഇൻ മൈ ലൈഫ്. വിവാഹ തീയതി നിശ്ചയിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒളിച്ചോട്ടം, രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല. അതിന് ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ, ആൾമാറാട്ടം. കല്യാണ ദിവസം ഞാൻ ഹരിയേട്ടന്റെ വേഷത്തിൽ ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടും. അയ്യോ, അത് പെട്ടെന്ന് കേൾക്കുമ്പോ അപകടം പിടിച്ച ഫാഷനാണെന്ന് തോന്നാം, പക്ഷെ വേറെ മാർഗമില്ല. ഇങ്ങനെ ഒരു നാടകത്തിന് ഹരി സമ്മതിക്കോ? ഉം. അതൊക്കെ ഞാൻ ഏറ്റു. ചേട്ടനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു നോക്കാം. സമ്മതിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പൊ ആലോചിക്കണ്ട. നമ്മുടെ വിവാഹം കഴിയുന്നവരെ ചേട്ടനെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്ന കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ. നാളെ തന്നെ ചേട്ടന്റെ വേഷത്തിൽ ഞാൻ കമ്പനിയിൽ കയറി പറ്റാം. ഹരിപ്രസാദിനെ വിവാഹം കഴിക്കാൻ ഗീതാഞ്ജലിക്ക് സമ്മതമാണെന്ന് അച്ഛനോട് പറഞ്ഞോളൂ. ഇത്തരത്തിലൊരു ആൾമാറാട്ടത്തിന് ഹരിപ്രസാദ് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഹരി ചെയ്യുന്നതല്ലോ, ഗിരി ജയിക്കുന്നതല്ലേ. അവൻ എനിക്ക് നേരത്തെ അറിയാം. അവൻ ആള് ചില്ലറക്കാരനല്ല. നമ്പ്യാര് പറയുന്നത് സത്യമായാൽ ഹരിപ്രസാദോ ഗിരിപ്രസാദോ എന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഇരട്ട സഹോദരന്മാർ പൂജപ്പുരയിലെ കേന്ദ്ര തടവറയിൽ കിടന്ന് വർഷങ്ങളോളം അഴികളെണ്ണേണ്ടിയും വരും. മേധാവിയെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. നമ്പ്യാർ അദ്ദേഹം പറഞ്ഞ പോലെ ഗിരിപ്രസാദാണ് ഹരിപ്രസാദിന്റെ വേഷം കെട്ടി ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം? ഈ കാര്യാലയത്തിലെ തന്നെ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോ താൻ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രവേശിക്കാമോ? വരാം. പരീക്ഷയ്ക്ക് തയ്യാറായിക്കോളൂ. ക്ഷമിക്കണം, ഞാൻ 10 നിമിഷം വൈകി. എന്നെ കാണണമെന്ന് പറഞ്ഞു. ശരിയാണ്. ഇന്നലെ 11 മണിക്ക് ഞാനൊരാളുമായി ചർച്ച നടത്തിയല്ലോ. ആരായിരുന്നു അത്? ഇന്നലെ 11 മണിക്ക് ആരുമായും ചർച്ച നടത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ 11:05 കൽക്കട്ടയിൽ നിന്നും വന്ന ശ്രീമാൻ മണി കൗളുമായി ചർച്ച ചെയ്തിരുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. കാര്യാലയത്തിലെ കാശ് സൂക്ഷിക്കുന്ന രഹസ്യ അലമാരിയുടെ പൂട്ട് തുറക്കാനുള്ള അക്കങ്ങൾ 267. എന്നും ഞാൻ ഈ മുറിയിൽ വന്നാൽ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്താണ്? മഹാത്മജിയെ ധ്യാനിക്കും. ഇതെന്താ പതിവില്ലാതെ ഒരു പ്രശ്നോത്തരി? ഒന്നുമില്ല. ഇന്ന് രാവിലെ വക്കീലിനെ പോയി കാണണമെന്ന് ഇന്നലെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നു. സമയമായി. പറഞ്ഞിരുന്നു. പൊയ്ക്കോളൂ. കഷ്ടം. ആ നല്ല ചെറുപ്പക്കാരനെ വെറുതെ സംശയിച്ചു. മേ കമിൻ സർ? വരൂ. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. ഡൽഹിയിൽ നടക്കുന്ന ചിത്രകാരന്മാരുടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോവുകയാണ്. ഹരിപ്രസാദ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ടാണ് യാത്ര പറയേണ്ടത്. ചേട്ടനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ ഈ വിവരം പറഞ്ഞില്ല. പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അതാണല്ലോ എന്റെ ശരി. 10 കൊല്ലത്തിൽ ഒരിക്കലേ ഇങ്ങനെയുള്ള ക്യാമ്പ് വരൂ. ഈ അവസരം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ
അതുകൊണ്ട് സാറ് തന്നെ ചേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഉം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഉം. ആ പിന്നെ ഒരു സംഭവം ചേട്ടൻ സാറിനോട് പറഞ്ഞു കാണില്ല. സാറിന്റെ കൂട്ടുകാരൻ ആ എം.എൻ. നമ്പ്യാർ ചേട്ടനോട് ഗീതാഞ്ജലിയുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ സമ്മതിച്ചില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുമെന്ന് പറഞ്ഞിട്ടാ അയാൾ പോയത്. സാർ സൂക്ഷിച്ചിരുന്നാൽ കൊള്ളാം. ഞാൻ ഇറങ്ങുക. മാണിക്കോത്ത് നാഗലശ്ശേരി നാരായണൻ നമ്പ്യാരുണ്ടോ? പഠിച്ച കള്ളനാണവൻ. ഹരിപ്രസാദിന്റെ എല്ലാ ചലനങ്ങളും ഗിരിപ്രസാദ് കൃത്യമായി അനുകരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഹരിപ്രസാദിനെ അവൻ എവിടേക്ക് കടത്തിയിരിക്കണമെന്ന് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹരിയെ ഹാജരാക്കിയാൽ പിന്നെ ഹരിയോ ഗിരിയോ ഗീതാഞ്ജലിയെ കിട്ടില്ല. അവനെ കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അന്ന് മയക്കുമരുന്ന് കടത്താൻ നമ്മളെ നിയോഗിച്ചത് എം.എൻ. നമ്പ്യാർ തന്നെ ആയിരിക്കണം. ഡാനിയൽ അയാളുടെ സഹായം മാത്രമാണ്. അതൊന്നും അല്ലിപ്പെട്ട പ്രശ്നം. ഞങ്ങൾ രക്ഷപ്പെട്ട വിവരം അറിയുമ്പോ നമ്പ്യാർ അടങ്ങിയിരിക്കും എന്നുള്ളതാ. ഗിരി ഹരിയെ കൊന്നൊരു ആന മണ്ടത്തിൽ എഴുന്നള്ളിച്ചിരിക്കല്ലേ അവൻ. ഇല്ലാത്ത ഒരുത്തന്നെ കൊലയാളിയാക്കി രക്ഷപ്പെടാൻ ബുദ്ധി തോന്നിച്ചാൽ ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞിരിക്കുക. ഒരു മാതിരി ഹരി എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. ഇന്ന് രാത്രി തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗി. ഇതിന്റെ കാര്യം അവര് നോക്കിയോളൂ. നീ ചപ്പാത്തി അടിക്കാൻ മുഹൂർത്തത്തിന് സമയമായി. പെണ്ണിനെ ഇറക്കിക്കോളൂ. ഞാൻ ജിയോട് പറയാം. ജി, സ്ഥലം നിയമസഭാ സാമാജികൻ വന്നിരിക്കുന്നു. താൻ പോയി സ്വീകരിച്ചാ വരൂ. സുഭദ്ര കുഞ്ഞമ്മ എറണാകുളം ഇതുവരെ എത്തിയിട്ടില്ല. മുഹൂർത്ത സമയത്തെങ്കിലും മേനോ സാർ അവരെ അന്വേഷിക്കാൻ ഇന്നലെ രാത്രി തന്നെ എത്തിക്കൊള്ളാന്ന് ഉറപ്പ് തന്നുകൊണ്ടല്ലേ വനിതാ സമ്മേളനം നമ്മൾ അവരെ വിട്ടത്. എങ്ങനെങ്കിലും ഒന്ന് മാനേജ് ചെയ്തോണം. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമസ്തേ. ഇരിക്കും. അല്ല, സമയമായെന്ന് പറഞ്ഞു. പെൺകുട്ടി വരാൻ പറയണം. ജനക്കൂട്ടം. നിർത്ത്. അടയ്ക്ക്. എന്താ നമ്പ്യാരത്? ഇതോ? ഇത് ശവം, ഡെഡ് ബോഡി. ഹരിപ്രസാദിന്റെ ശവം. ഹരിപ്രസാദിന്റെ വേഷം കെട്ടിരിക്കുന്ന ഈ ഗിരിപ്രസാദാണ് ജ്യേഷ്ഠന്റെ ഘാതകൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ തന്നെയാണ് ഹരിപ്രസാദ്. ഗിരിപ്രസാദ് ഇന്ന് രാവിലെ എന്നെ ഡൽഹിയിൽ നിന്നും വിളിച്ചിരുന്നു. എങ്കിൽ ഡൽഹിയിൽ അയാളുടെ ഫോൺ നമ്പർ പറയൂ. മേനോരുദ്ദേഹം കോണ്ടാക്ട് ചെയ്യട്ടെ. നേരിട്ട് സംസാരിച്ച് ബോധ്യം വന്നിട്ട് മതി ഈ വിവാഹം. മുഹൂർത്തം ആവാറായില്ലേ? ഇനിയിപ്പോ ഡൽഹിയില് എന്താ? അതുകൊണ്ടല്ല, പിന്നെ എന്താ ഹരിപ്രസാദ് ഒന്നും മറുപടി പറയാത്തത്? അവനൊന്നും പറയാൻ കാണില്ല. കൂടുതൽ രസകരമായ കാര്യങ്ങൾ വേറൊരാൾക്ക് പറയാനുണ്ടാവും. റോബർട്ട്, സുഭദ്ര കുഞ്ഞമ്മ ഇവരെങ്ങനെ ഇതിനകത്ത് വന്നു? എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ഞാൻ പറയാം സാർ. നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞുപോയ ഒരു കള്ളം നിലനിർത്താൻ ഞാൻ കളിച്ച നാടകത്തിലെ സാങ്കല്പിക കഥാപാത്രങ്ങളായിരുന്നു അമ്മയും കുഞ്ഞമ്മയും ഗിരിപ്രസാദും ഒക്കെ. സത്യത്തിൽ എനിക്ക് അമ്മയുമില്ല, കുഞ്ഞമ്മയുമില്ല, അനുജനുമില്ല. ഹരിപ്രസാദും ഗിരിപ്രസാദും ഞാൻ തന്നെയാണ്. കൊന്നുകളയും. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല. അയ്യോ വേണ്ട, വേണ്ട. ഈ വിവരങ്ങളെല്ലാം അച്ഛനോട് പറയാൻ ഹരി ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു. ഞാനാ പറഞ്ഞത് വിവാഹം കഴിയുന്നവരെ ഒന്നും അച്ഛനെ അറിയിക്കണ്ടെന്ന്. സത്യ മോള് പറയുന്നത്. മിണ്ടിപ്പോരുത്. എല്ലാരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കായിരുന്നില്ലേ? ക്ഷമിക്കണം, വിഡ്ഢിയാക്കിയതല്ല. ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ വേണ്ടി ഇവൻ കളിച്ച കളിയാണിത്.
ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണെന്ന് പറയുന്നതാവും ശരി. ഓഹോ, അപ്പൊ താനായിരുന്നു ഈ ചതിക്ക് പിന്നിൽ. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. മേലിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. പൊയ്ക്കോ.